കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് കൃത്യമായി വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കും. പതിവ് പോലെ ആദ്യം തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങുകയും തുടർന്ന് EVM വോട്ടുകളുടെ എണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. ഓരോ 500 തപാൽ വോട്ടുകൾക്കും ഒരു കൌണ്ടിംഗ് ടേബിൾ എന്ന ക്രമത്തിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് ആദ്യ 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ പ്രാഥമിക ഫലസൂചനകൾ പുറത്തുവരാൻ തുടങ്ങും. 9 മണിയോടെ തന്നെ ഓരോ മണ്ഡലത്തിലും മുന്നേറ്റം ആരാണെന്നതിന്റെ വ്യക്തമായ ട്രെൻഡുകൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യ 2 മുതൽ 3 റൗണ്ടുകൾ പൂർത്തിയായാൽ തന്നെ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തതയോടെ തെളിയും. രാവിലെ 11 മണിയോടെ സംസ്ഥാനം ആരുടെ കൈകളിലേക്ക് നീങ്ങുന്നുവെന്ന് ഏകദേശം ചിത്രം വ്യക്തമായി വരും. വോട്ടെണ്ണലിന് ആയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്തെ 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി 43 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിനുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ കേന്ദ്രത്തിലും EVM വോട്ടുകൾ എണ്ണുന്നതിനായി പരമാവധി 14 കൌണ്ടിംഗ് ടേബിളുകൾ വരെ ഒരുക്കിയിട്ടുണ്ട്. ഓരോ റൗണ്ടിലും പരമാവധി 14 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. ഇതിലൂടെ വോട്ടെണ്ണൽ വേഗത്തിലും കൃത്യതയോടെയും പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാരും സാന്നിധ്യം അറിയിക്കുന്ന സാഹചര്യത്തിൽ രാവിലെ 8 മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെയാണ് ഔദ്യോഗിക നടപടികൾക്ക് തുടക്കമാവുക. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിലും അവരുടെ സാക്ഷ്യപത്രത്തോടെയും മാത്രമേ സ്ട്രോങ് റൂമുകൾ തുറക്കുകയുള്ളൂ. സുതാര്യത ഉറപ്പാക്കുന്നതിനും തർക്കങ്ങൾക്ക് ഇടവരാതിരിക്കാനുമുള്ള സ്ട്രോങ് റൂം തുറക്കുന്ന പ്രക്രിയ മുതൽ വോട്ടെണ്ണൽ അവസാനിക്കുന്നതുവരെ മുഴുവൻ നടപടികളും വീഡിയോയിൽ രേഖപ്പെടുത്തും. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പരിശീലനം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വിവിധ കേന്ദ്രങ്ങളിലായി വോട്ടെണ്ണലിൽ പങ്കെടുക്കുന്നത്. കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവേഴ്സ് എന്നിവർക്കുള്ള അവസാനഘട്ട പരിശീലനവും മോക്ക് കൌണ്ടിംഗ് പരീക്ഷണങ്ങളും വിജയകരമായി നടന്നു. എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തും ആവേശമുയരുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമാണെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കുറഞ്ഞ ഭൂരിപക്ഷത്തിലും അധികാരം പിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണവർ. അതേസമയം വികസന പ്രവർത്തനങ്ങളും ഭരണ നേട്ടങ്ങളും മുന്നോട്ട് വെച്ച് വീണ്ടും അധികാരത്തിലെത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. BJP നയിക്കുന്ന NDAയും ഇത്തവണ സംസ്ഥാനത്ത് ശക്തമായ മുന്നേറ്റം കൈവരിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ്. സീറ്റുകളുടെ കണക്കിൽ 100 വരെ സീറ്റുകൾ നേടി ഭരണം രൂപീകരിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. LDF ഏകദേശം 75 സീറ്റുകൾ വരെ നേടാമെന്ന കണക്കുകൂട്ടലിലാണ്. നിയമം, കഴക്കൂട്ട പോലുള്ള മണ്ഡലങ്ങൾ ഉറപ്പിച്ച നിലയിൽ BJP മുന്നേറുകയാണെന്നും സംസ്ഥാനത്തെ ചില മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയങ്ങൾ നേടുകയും ചരിത്രപരമായ മുന്നേറ്റം നടത്തുകയും ചെയ്യാമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ. എല്ലാ കണ്ണുകളും ഇനി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്കാണ്. മണിക്കൂറുകൾക്കകം കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക നിമിഷങ്ങൾ അരങ്ങേറാനിരിക്കുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 79.70% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 20,028 സർവീസ് വോട്ടുകൾ ലഭിച്ചു. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ യു ഖേൽക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. നാളെ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുന്നത്. വോട്ടെണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. സുരക്ഷയ്ക്ക് 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും തിരക്ക് കൂട്ടരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. EVM 8:30 ശേഷമായിരിക്കും എണ്ണി തുടങ്ങുക. എല്ലാ സംശയങ്ങളും തീർത്ത ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.